നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. വാസിഷ്ഠമുപാഖ്യാനം. വാസവി ചോദിച്ചിതു ഗന്ധർവൻ തന്നോടപ്പോൾ, വാസിഷ്ഠമുപാഖ്യാനം കേൾക്കേണമെനിക്കെങ്കിൽ. വിശ്വസൃക്തനയനും വിശ്വാമിത്രനും തമ്മിൽ വിശ്വാന്തകരണമാം വൈരമുണ്ടാവാൻ മൂലം നിശേഷം പറയണമെന്നു ചൊന്നതു കേട്ടു വിശ്വൈക ധനുർധരൻ തന്നോട് ചൊന്നാനവൻ. എങ്കിലോ കാന്യകുബ്ജനാകിയ നൃപശ്രേഷ്ഠൻ മംഗലശീലൻ ഗാധിയെന്നു പേരുടയവൻ തന്നുടെ പുത്രനായ മന്നവൻ വിശ്വാമിത്രനുന്നതനൊരു ദിനം മൃഗയാവിവശനായി ചെന്നിതു പടയോടും വസിഷ്ഠാശ്രമത്തിങ്കൽ അന്നു സൽക്കാരം ചെയ്തു നൃപനെ മുനിശ്രേഷ്ഠൻ. അമരാപുരി പോലെ ചമഞ്ഞിതടവിയും അമൃതോപമമായ ഭോജപേയാദികളും നന്ദിതനായ നൃപൻ വിശ്വാമിത്രനും അപ്പോൾ നന്ദിനി തന്നെ മമ നൽകണമെന്നു ചൊന്നാൻ. രാജാവിനത്രേ വേണ്ടു രത്നഭൂതങ്ങളെല്ലാം, പൂജാസാധനങ്ങളെ താപസന്മാർക്കു വേണ്ടു. എന്തു സംശയമിതു പറയണമോ ഭവാൻ, ചിന്തിച്ചാൽ അരുതെന്നു ചൊൽവാനില്ലാരുമിപ്പോൾ. നന്ദിനി തന്നെയുടൻ ബന്ധിച്ചു കൊണ്ടുപോവാൻ മന്ദപ്രജ്ഞന്മാർ നൃപഭൃത്യന്മാർ തുടങ്ങുമ്പോൾ. നന്ദിനിയുടെ അവയവങ്ങൾ തോറും നിന്നു നന്ദനന്മാരായി പല വംശങ്ങളുണ്ടായി വന്നു. വല്ലഭന്മാരും ശബരന്മാരും ശകന്മാരും വല്ലഭമേറും യവനന്മാരും കിരാതന്മാർ, സിംഹളന്മാരും ദ്രമിളന്മാരും പുണ്ട്രന്മാരും സിംഹവിക്രമ ബലവാന്മാരാം മ്ലേച്ഛന്മാരും കർപ്പൂരപ്രവരന്മാരോടു തുല്യന്മാരായ ബർബരന്മാരും നല്ല ദുർധരന്മാരുമെല്ലാം അവരും വിശ്വാമിത്രൻ തന്നെ പടയുമായി അവനി നടുങ്ങുമാറുണ്ടായ യുദ്ധത്തിങ്കൽ 3 യോജന വഴിപാഞ്ഞതു നൃപസൈന്യം പോന്നു. നന്ദിനി മുനി തന്നെ മുമ്പിൽ വന്നു. പൃഥ്വീശൻ വിശ്വാമിത്രൻ ചിത്തത്തിൽ നിരൂപിച്ചാൻ, ക്ഷത്രിയ ബലം അതിക്ഷുദ്രമെന്നതു നൂനം, ബ്രാഹ്മണ തേജോബലം ബലമെന്നുറച്ചവൻ. താൻ മെല്ലെ തപസ്സിനു കോപിട്ടാനതുകാലം മാർത്താണ്ഡകുലജാതൻ കന്മാഷപാതനെന്നതാത്രീശൻ